ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനം ശ്രമിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ സന്ദേശത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് പ്രതിയോഹി എന്നുള്ള വിഷയമാണ്. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് നമുക്കെതിരെ നിൽക്കുന്ന പ്രതിയോഹിയോടുള്ള ബന്ധത്തിൽ നാം ഏത് മനോഭാവത്തിലായിരിക്കണമെന്നുള്ള ചില ദൈവജന ചിന്തകളാണ് ഈ സന്ദേശത്തിലൂടെ കൈമാറാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി മത്തായി സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെ കാണുന്നു: നിൻ്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവരോട് ഇണങ്ങിക്കൊള്ളുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന തിരുവചന ഭാഗങ്ങളാണ്. കാരണം യേശു കർത്താവിൻ്റെ ഉപദേശപരമായ പഠിപ്പിക്കലുകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതിനകത്ത് നിൽക്കുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഈ വാക്യം ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ യാഗപീഠത്തിന്മേൽ വഴിപാടർപ്പിക്കാൻ വരുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവിടെ ആ മനുഷ്യൻ വഴിപാടർപ്പിപ്പാൻ യാഗപീഠത്തിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ, സ്തോത്രം, അവിടെ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ സഹോദരന് നിൻ്റെ നേരെ വല്ലതും ഉണ്ടോ എന്ന് നിനക്ക് ഓർമ്മ വന്നാൽ നിൻ്റെ വഴിപാട് യാഗപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് നിൻ്റെ സഹോദരനോട് ഇണങ്ങിക്കൊള്ളുക, നിരന്നുകൊള്ളുക എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് വന്ന് നീ നിൻ്റെ വഴിപാട് അർപ്പിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യം നൽകുന്നത്, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, സ്തോത്രം, സഹോദരൻ പ്രതിയോഗിയുടെ സ്ഥാനത്ത് നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ വഴിപാടുകൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് അത് ദൈവം അംഗീകരിക്കുകയോ അത് ദൈവപ്രസാദത്തിന് കാരണമായി തീരുകയോ ദൈവിക അനുഗ്രഹത്തിന് കാരണമായി തീരുകയോ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് 25-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് നിൻ്റെ പ്രതിയോഗിയോടുകൂടെ വഴി ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവരോട് ഇണങ്ങിക്കൊള്ളുക. സ്തോത്രം. അതെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ യാഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഉപവാസങ്ങൾ, നമ്മുടെ കണ്ണീരുകൾ ഒക്കെ ദൈവത്തിൽ പ്രസാദകരമായി തീരണമെങ്കിൽ നമുക്ക് ഇണങ്ങേണ്ട മേഖലകളിൽ, യഥാസ്ഥാനപ്പെടേണ്ട മേഖലകളിൽ യഥാസ്ഥാനപ്പെടാം. ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ക്രമീകരിക്കപ്പെടേണ്ട മേഖലകൾ നാം ക്രമീകരിക്കപ്പെടാം. അങ്ങനെയെങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ എല്ലാം ദൈവം അംഗീകരിക്കുകയും അതിലൂടെയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നാം പ്രാപ്തരായിത്തീരും എന്ന് ഈ ദൈവദിനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. അതിനുവേണ്ടി ഒരിക്കലും നമ്മുടെ സഹോദരങ്ങൾ പ്രതിയോഗിയുടെ സ്ഥാനത്ത് നിൽക്കുവാൻ ഇടയാകരുത്. ഈ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ക്രമീകരിക്കപ്പെടാം. ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.